സാധാരണഗതിയിൽ കാലിത്തീറ്റയുടെ വില വർധനവ് ഇപ്പോൾ പല കമ്പനികളും ഇതിനകം തന്നെ വലിയ തോതിൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കാലിത്തീറ്റ വില വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ 4 മാസങ്ങളായിട്ട് ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് 300 രൂപ സബ്സിഡി കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് ഈ മാസം 31-ന് കഴിയുകയാണ്. ഇതുവരെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് ഇങ്ങനെ പാൽവില വർധനവ് വന്നാലും ഇന്ന് ബോർഡിൽ നമ്മൾ സംസാരിച്ചപ്പോഴെടുത്ത ഒരു തീരുമാനം, അടുത്ത മാസത്തേക്ക് കൂടെ ഇവിടെ നിന്ന് കൊടുക്കുന്ന 100 രൂപ സബ്സിഡി ഫെഡറേഷനും യൂണിയനുകൾ കൊടുക്കുന്ന സബ്സിഡി അവിടെ യൂണിയനിൽ തീരുമാനിച്ചു കൊടുത്താൽ കർഷകരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കർഷകരുടെ പ്രസ്ഥാനമായ മിൽമ ഞങ്ങൾ ഒരുമിച്ച് ഭരണസമിതി എടുക്കുമ്പോൾ കർഷകർക്ക് ഗുണകരമായും കൺസ്യൂമേഴ്സിന് സഹായകമായും അവരെ വിശ്വാസത്തിലെടുത്തും മുന്നോട്ട് പോകാൻ പറ്റാവുന്ന തീരുമാനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ വില വർധനവ് ജൂൺ മാസം 1-ാം തീയതി മുതൽ, പ്രത്യേകിച്ചിട്ട് ഈ വളരെ വൈകാതെ തന്നെ പെരുന്നാളും അതുപോലുള്ള ഉത്സവങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ആ സമയത്ത് ഒരു വില വർധനവ് ഉണ്ടാക്കി എന്നൊരു ആരോപണം കൂടെ വരാതിരിക്കാനായി ജൂൺ 1-ാം തീയതി മുതൽ വില വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മിൽമയ്ക്ക് പല ക്വാളിറ്റിയിലുള്ള പാലുകളുണ്ടല്ലോ, അപ്പോൾ എല്ലാത്തിലും ഒരേ ഘടന 4 രൂപ വെച്ചാണ് വർദ്ധിപ്പിക്കാനുള്ളത്. അല്ല, അത് വില വർദ്ധിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാല് വിൽക്കുന്നത് ടോണ്ട് മിൽക്ക് എന്ന് പറഞ്ഞാണ് സാധാരണ പാല് വിൽക്കുന്നത്. ടോണ്ട് മിൽക്ക് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ പാല് വിൽക്കുന്നതിന് 50 രൂപയാണ് ടോണ്ട് മിൽക്കിൻ്റെ വില. അതിൻ്റെ ഗുണനിലവാരം എന്ന് പറയുന്നത് 3 ഫാറ്റും 8.5 ഫാറ്റുമാണ്. അപ്പോൾ ആ ടോണ്ട് മിൽക്കിനാണ് വില കൂടുന്നത് കൊണ്ട് അതിനാണ് 4 രൂപ കൂട്ടുന്നത്. അപ്പോൾ 3 8.5, അതായത് ടോട്ടൽ സോളിഡ് 11.5 വരുന്ന സമയത്ത് 3 രൂപ 35 പൈസ കിട്ടും. അതിൻ്റെ കൂടുതലായിട്ട് വരുന്നതിന് അതിന് ആനുപാതികമായിട്ട് വില കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. 54 രൂപയാകും. 50 രൂപയുള്ളത്. അതിൻ്റെ ഹോമജനൈസ്ഡ് മിൽക്ക് ഉണ്ട്, അത് 52 രൂപയാണ്. അത് 56 രൂപയാകും. ഇല്ല, അത് പരിശോധിച്ചിട്ട് ഇപ്പോൾ ഈ പാൽവില വർധനവ് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഉൽപ്പാദന ചെലവിൽ ഒരു 25% വർധനവ് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പാക്കിംഗ് മെറ്റീരിയൽ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് അടക്കമുള്ള സാധനങ്ങൾ വലിയ തോതിൽ വില കൂടുകയും അത് സമയത്തിന് കിട്ടാതിരിക്കുകയും ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. അത് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പം അറിയാം, ഡീസൽ പെട്രോൾ വില ഇങ്ങനെ ദിവസം ദിവസം കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് ഞങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. കാരണം വലിയൊരു എമൗണ്ടിലാണ് ഞങ്ങൾ ഡീസലും പെട്രോളൊക്കെ മേടിച്ച് വാഹനങ്ങൾക്കും അതുപോലെ പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ ഉൽപ്പാദന ചെലവ് കൂടുന്നതിന് വലിയ ഭാരമുണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടണോ വേണ്ടിയോ എന്നുള്ളത് ഉചിതമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ MD അധികാരപ്പെടുത്തിയിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾ മിൽമയുടെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ അതിൻ്റെ മിൽമ വില വർധനവിനെ പറ്റി സംസാരിക്കുകയായിരുന്നു അവർ.